സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള ലൈംഗിക പീഡന കേസിൽ അതിക്രമം നടന്ന കാരവൻ പോലീസ് കണ്ടെത്തി. കാരവനുള്ളിൽ CCTV ഇല്ലായിരുന്നു. പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് നിലവിലെ ശ്രമം. പീഡനം നടന്ന സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്ന കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, എന്തായാലും ശനിയാഴ്ചയാണ് ഇക്കാര്യത്തിൽ ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുന്നത്. ഇനി അതിനുമപ്പുറത്തേക്ക് കേസ് അന്വേഷണം അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ ആളുകളിലേക്ക് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണോ അന്വേഷണ സംഘം? ഇതിൽ കൂടുതൽ ശനിയാഴ്ചയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിന് മുൻപായിട്ട് കൂടുതൽ തെളിവുകൾ, കാരണം ജാമ്യാപേക്ഷയെ സ്വാഭാവികമായും തന്നെ അതിൽ കൂടുതൽ തെളിവുകൾ അടങ്ങുന്ന കാര്യം ഡാനിയുടെ ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്നാലും രഞ്ജിത്തിന് നിർണായകമാണ്. കാരവനിലെ ദൃശ്യങ്ങളില്ല, അതിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിക്കുക. എന്നാലും കാരവൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സെറ്റിലുണ്ടായിരുന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാവുന്നത്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, തുടരാം. അങ്ങനെ തെളിവുകൾ കൂടുതൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇതിനുവേണ്ടി കൂടുതൽ ആ സെറ്റിലുണ്ടായിരുന്നവരുടെ അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ കാരവൻ അതിൽ കണ്ടെത്തിയിരുന്നു. സ്വാഭാവികമായും കാരവനകത്ത് CCTV ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണം ഉണ്ടാകാറില്ല. അതുകൊണ്ട് കാരവന് പുറത്ത് എപ്പോഴും തന്നെ CCTVയും സജ്ജമായിരിക്കും. അപ്പോൾ പുറത്തെ ദൃശ്യങ്ങൾ അതും ഈ തെളിവുകളുടെ ഭാഗമാണ്. അതുകൊണ്ട് അത് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അന്ന് ആ ദിവസം പറയുന്ന സമയവും ആ ദിവസത്തിലെല്ലാം തന്നെയും ഉണ്ടായിരുന്ന ആളുകളുടെ, താരങ്ങളല്ലാത്തതും സാങ്കേതിക പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇതിൽ സഹകരിക്കുന്നവരുമായ, ഈ സിനിമയുമായി സഹകരിക്കുന്നവരുമായുള്ള അവരെ കണ്ടെത്താനും അവരെ മൊഴിയെടുക്കാനുമുള്ള ഒരു ശ്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ശനിയാഴ്ചയ്ക്ക് മുൻപായിട്ട് തന്നെയും അത്തരം മൊഴിയെടുപ്പുകൾ പൂർണ്ണമായും തീർക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ തെളിവുകൾ കണ്ടെത്തുക, കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളാണ് ശനിയാഴ്ചയ്ക്ക് മുൻപ് പോലീസ് പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. ഈ കേസിൽ നേരത്തെ തന്നെ പോലീസ് ഇതിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനു മുൻപും കേസുകൾ ആവർത്തിച്ചിട്ടുണ്ട്. രഞ്ജിത്തിനെതിരെ തന്നെയാണ് കേസുകൾ ഇതിനു മുൻപ് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം രഞ്ജിത്തിനെ ഇവിടെ നിന്ന് കടന്നു കളയാൻ സാധിച്ചത്, അതായത് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു, തുടർ നീക്കങ്ങൾ നടത്തുന്നു, ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രഞ്ജിത്തിനെ അവിടെ നിന്ന് കടന്നു കളയാൻ സഹായിച്ച താരങ്ങളുണ്ട്. അപ്പോൾ ഇവരും കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും. ഇവർ കൂടി കേസിൽ പ്രതിയാവുന്ന ഒരു സാഹചര്യം വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കും. അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നവരും സ്വാഭാവികമായും പ്രതികളാണ്. അപ്പോൾ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ പോലീസ് അവരുടെ വിശദീകരണങ്ങൾ തേടിയിരുന്നു. എന്നാൽ ടെലിഫോൺ അടക്കമുള്ള കാര്യങ്ങൾ, മൊബൈൽ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് വളരെ ഊർജിതമായിട്ട് തന്നെ കടന്നിരിക്കുകയാണ്. എന്താണെങ്കിലും കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കും, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. ഡാനി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.